ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം, നമ്മുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, നമ്മൾ നേടുന്ന വിജയങ്ങൾ, ചിലപ്പോൾ സംഭവിക്കുന്ന പരാജയങ്ങൾ, ഇതിനെല്ലാം അടിയിലൂടെ ഒരു മാറ്റവുമില്ലാതെ ഒഴുകുന്നൊരു പുഴ പോലെ എന്തോ ഒന്ന് നമ്മളിലുണ്ട്. ആരാണത്? അല്ലെങ്കിൽ എന്താണത്? എല്ലാറ്റിനുമൊടുവിൽ ശരിക്കും ആരാണ് നിങ്ങൾ? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങുന്നത്. സാധാരണയായി നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥകൾ വെച്ചാണ്, അല്ലേ? ഉദാഹരണത്തിന്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്, ഞാനൊരു വിജയിയാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ സത്യമായ അനുഭവങ്ങൾ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഈ ക്ഷീണത്തെയും സന്തോഷത്തെയും അറിയുന്ന, ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ആ ഞാൻ ആരാണ്? അതെ, ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ വികാരങ്ങളും നമ്മൾ ജീവിതത്തിലെടുക്കുന്ന റോളുകളും നമ്മുടെ ശാരീരിക അവസ്ഥകളുമെല്ലാം അതൊക്കെ ആകാശത്ത് വന്നുപോകുന്ന മേഘങ്ങൾ പോലെയാണ്. എന്നാൽ ആ മേഘങ്ങൾക്കെല്ലാം ഇടം കൊടുക്കുന്ന, ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്ന ആകാശം പോലെ ആ ഞാൻ ആരാണ്? ഈ ആശയം നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ വളരെ ലളിതമായ എന്നാൽ വളരെ ശക്തമായൊരു ഉദാഹരണം നോക്കാം. നല്ല ശുദ്ധമായ, ഒരു നിറവുമില്ലാത്ത ഒരു സ്ഫടികം സങ്കൽപ്പിക്കുക. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊന്ന്. ഇനി അതിൻ്റെ തൊട്ടടുത്തായി നല്ല ചുവന്ന നിറത്തിലുള്ള ഒരു ചെമ്പരത്തിപ്പൂവ് നമ്മൾ വയ്ക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ സ്ഫടികവും നല്ല ചുവന്ന നിറത്തിലായി കാണപ്പെടും. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ആ സ്ഫടികം യഥാർത്ഥത്തിൽ ചുവന്നതാണോ? അല്ലല്ലോ. ആ പൂവിൻ്റെ സാമീപ്യം കൊണ്ട് അത് ചുവന്നതായി നമുക്ക് തോന്നുന്നതാണ്. ഇവിടെ ആ ചുവന്ന പൂവുണ്ടല്ലോ, അതാണ് ഉപാധി എന്ന് പറയുന്നൊരു സംഗതി. അതായത് യഥാർത്ഥത്തിൽ തൻ്റേതല്ലാത്ത ഗുണങ്ങൾ താൽക്കാലികമായി മറ്റൊന്നിൽ ആരോപിക്കുന്നൊരു ഘടകം. നമ്മുടെ യഥാർത്ഥ സ്വത്വമാകുന്ന ആ സ്ഫടികത്തിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നമ്മൾ ഏറ്റെടുക്കുന്ന റോഡുകളുടെയുമൊക്കെ നിറങ്ങൾ പതിയുന്നതായി നമുക്ക് തോന്നുന്നു. ഇതാണ് നമുക്കൊരുമിച്ച് ചുരുളഴിക്കാൻ പോകുന്ന ആ വലിയ രഹസ്യം. ശരി, ഈ സ്ഫടികത്തിൻ്റെയും പൂവിൻ്റെയും കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ ദുഃഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഇതിലെന്ത് പങ്കാണുള്ളത്? എങ്ങനെയാണ് ഈ തെറ്റിദ്ധാരണ നമ്മളറിയാതെ നമ്മളെ ബന്ധിക്കുന്നൊരു അദൃശ്യ ചങ്ങലയായി മാറുന്നത്? നമുക്കൊരു രാജാവിനെ സങ്കൽപ്പിക്കാം. അദ്ദേഹത്തിന്റെ കിരീടത്തെയും സിംഹാസനത്തെയും കുറിച്ച് ചിന്തിക്കുക. ഒരാൾ രാജാവാകുന്നത് എന്തുകൊണ്ടാണ്? ഈ കിരീടം, സിംഹാസനം, രാജ്യം എന്നൊക്കെയുള്ള ഉപാധികളുള്ളതുകൊണ്ടാണ്. ആ കിരീടം ഊരിവെച്ചാൽ അദ്ദേഹം രാജാവാണോ? അല്ല, ഒരു സാധാരണ മനുഷ്യൻ മാത്രം. അപ്പോൾ ആ രാജത്വം എന്നത് വ്യക്തിയുടെ സ്വന്തം ഗുണമല്ല, മറിച്ച് ആ ഉപാധിയിൽ നിന്ന് കടമെടുത്ത ഒരു താൽക്കാലിക ഐഡന്റിറ്റിയാണ്. സത്യത്തിൽ ഈ രാജാവിൻ്റെ അവസ്ഥ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും. നമ്മുടെ ജോലി, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, കുടുംബത്തിലെ നമ്മുടെ സ്ഥാനം, എന്തിന് എനിക്ക് അസുഖമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെപ്പോലും നമ്മൾ നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റിയായി തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെടുമ്പോഴോ, ആരോഗ്യം മോശമാകുമ്പോഴോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിമർശിക്കുമ്പോഴോ നമുക്കത്രയധികം വേദനിക്കുന്നത്. ആ ഉപാധിക്കല്ല, നമ്മുടെ യഥാർത്ഥ ഞാനിനാണ് മുറിവേൽക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ബോധത്തിലൂടെ മിന്നിമറിയുന്ന ചിന്തകളും വികാരങ്ങളുമാകുന്ന ആ മേഘങ്ങളാണോ നിങ്ങൾ? അതോ ആ മേഘങ്ങൾക്കെല്ലാം വരാനും പോകാനും ഇടം കൊടുക്കുന്ന, അവയൊന്നും തൊട്ടു തീണ്ടാത്ത, എപ്പോഴും ശാന്തമായി നിലകൊള്ളുന്ന ആ വിശാലമായ ആകാശമാണോ നിങ്ങൾ? അപ്പോൾ എന്തൊക്കെയാണ് ഈ ഉപാധികൾ? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ? ഭാരതീയ തത്വചിന്തയായ വേദാന്തം പറയുന്നത്, നമ്മൾ ഞാനെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ ഐഡന്റിറ്റിക്ക് പ്രധാനമായും 3 പാളികളുണ്ടെന്നാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് സ്ഥൂല ശരീരം. അതായത് നമുക്ക് കണ്ടുകൊണ്ട് കാണാനും തൊടാനും കഴിയുന്ന ഈ ഫിസിക്കൽ ബോഡി. ഇതിന്റെ പ്രായവും ആരോഗ്യവും നമ്മുടേതാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമത്തേതാണ് സൂക്ഷ്മ ശരീരം. ഇതാണ് കുറച്ചുകൂടി സങ്കീർണം. നമ്മുടെ മനസ്സും ബുദ്ധിയും വികാരങ്ങളും ചിന്തകളുമെല്ലാം ഇതിൽപ്പെടും. ഞാൻ ദുഃഖിതനാണ്, ഞാൻ ബുദ്ധിമാനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ തലത്തിലാണ്. മൂന്നാമത്തേതാണ് കാരണശരീരം. ഇത് ഗാഠനിദ്രയിലെ, അതായത് നല്ല ഉറക്കത്തിലെ അജ്ഞതയുടെ അവസ്ഥയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ നമ്മൾ താദാത്മ്യം പ്രാപിക്കുന്നത് ഈ കാരണശരീരവുമായാണ്. ഈ സ്വത്വത്തിന്റെ പാളികളെ വിശദീകരിക്കാൻ വേദാന്തം ഉപയോഗിക്കുന്ന മറ്റൊരു മനോഹരമായ ആശയമാണ് പഞ്ചകോശങ്ങൾ, അതായത് 5 ഉറകൾ. ഏറ്റവും പുറമേയുള്ള ഭക്ഷണത്താൽ നിർമ്മിതമായ അന്നമയ കോശം, നമ്മുടെ ജീവശക്തിയായ പ്രാണന്റെ പ്രാണാമയ കോശം, മനസ്സിന്റെ മനോമയ കോശം, ബുദ്ധിയുടെ വിജ്ഞാനമയ കോശം, ഏറ്റവും ഉള്ളിലുള്ള ആനന്ദത്തിന്റെ ആനന്ദമയ കോശം വരെ. ഇവയെല്ലാം നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ മറയ്ക്കുന്ന ഓരോരോ പാളികൾ മാത്രമാണെന്ന് ഈ ആശയവും നമുക്ക് കാണിച്ചു തരുന്നു.
ഇതിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്നറിയുമോ? ഈ ആശയം ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് മുഴുവനും ബാധകമാണ് എന്നതാണ്. ഒരേ ശുദ്ധമായ ബോധം, അത് ഏത് ഉപാധിയിലൂടെയാണോ പ്രകടമാകുന്നത്, അതനുസരിച്ച് അതിന്റെ പേരും രൂപവും ഭാവവും മാറുന്നു. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. ഒരേ ചൈതന്യം, അത് ഓരോ വ്യക്തിയുടെയും ശരീരമനസ്സുകൾ എന്ന ചെറിയ ഉപാധിയിലൂടെ പ്രകടമാകുമ്പോൾ നമ്മൾ അതിനെ ജീവൻ എന്ന് വിളിക്കുന്നു. ആ ജീവൻ പരിമിതനാണ്, ദുഃഖവും സന്തോഷവും മാറി മാറി അനുഭവിക്കുന്നവനാണ്. എന്നാൽ അതേ ചൈതന്യം തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ എന്ന വലിയ ഉപാധിയിലൂടെ പ്രകടമാകുമ്പോഴോ നമ്മൾ അതിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ. അപ്പോൾ ജീവനും ഈശ്വരനും അടിസ്ഥാനപരമായി രണ്ടല്ല, ഒരേ ശുദ്ധവാദത്തിന്റെ രണ്ട് ഭാവങ്ങൾ മാത്രമാണ്. ഈ അദ്വൈത സത്യം, അതായത് എല്ലാം ഒന്നാണെന്ന സത്യം, കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കുന്ന അതിമനോഹരമായ മറ്റൊരു രൂപകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കുടത്തിനുള്ളിലെ ആകാശവും പുറത്ത് അനന്തമായി പരന്നുകിടക്കുന്ന മഹാ ആകാശവും. നമ്മുടെ ശരീരവും മനസ്സും ഒരു മൺകുടം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. അതിനുള്ളിലെ അനന്തമായ ബോധത്തെ ഈ കുടം പരിമിതപ്പെടുത്തുന്നതായി നമുക്ക് തോന്നുന്നു. അതിന് ഞാനെന്ന് നമ്മളൊരു പേരും കൊടുക്കുന്നു. കുടമുള്ളതുകൊണ്ട് അതിനകത്തെ ആകാശത്തെ നമ്മൾ കുടത്തിലെ ആകാശം അഥവാ ഘടാകാശമെന്ന് വിളിക്കുന്നു. പക്ഷെ അത് പുറത്തുള്ള മഹാകാശത്തിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമാണോ? ഇനി ആ കുടം നിങ്ങൾ പൊട്ടിച്ചെന്ന് കരുതുക. അപ്പോഴെന്ത് സംഭവിക്കും? ആകാശത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ? അതെപ്പോഴെങ്കിലും വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല, അല്ലേ? ആ പരിമിതി, ആ വേർതിരിവ് കേവലം ഉപാധിയായ കുടം കാരണമുണ്ടായ ഒരു തോന്നൽ മാത്രമായിരുന്നു. ആകാശം എപ്പോഴും ഒന്നായിരുന്നു, ഇപ്പോഴും ഒന്നാണ്. ഇവിടെയാണ് മിഥ്യ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ആശയം വരുന്നത്. ഉപാധികളില്ലാത്ത ഒന്നാണെന്നോ വെറും തോന്നലാണെന്നോ അല്ല മിഥ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവയ്ക്ക് നിലനിൽപ്പുണ്ട്, പക്ഷേ ആ നിലനിൽപ്പ് സ്വതന്ത്രമല്ല. അത് മറ്റൊന്നിനെ ആശ്രയിച്ചാണ്. അവയുടെ എല്ലാം അടിസ്ഥാനമായ ആത്മാവിനെ, ശുദ്ധമായ ബോധത്തെ ആശ്രയിച്ചാണ് അവ നിലനിൽക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ഫടികത്തിലെ ചുവപ്പ് നിറം ആ പൂവില്ലാതെയില്ല. കുടത്തിലെ ആകാശം ആ കുടമില്ലാതെയില്ല. രാത്രിയിലെ ചന്ദ്രന്റെ പ്രകാശം സൂര്യനില്ലാതെയില്ല. അതുപോലെ നമ്മുടെ ശരീരവും മനസ്സും, എന്തിന് നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം മുഴുവനും അതിന് പ്രകാശവും നിലനിൽപ്പും നൽകുന്ന ആത്യന്തികമായ ബോധം ഇല്ലാതെയില്ല. ഈ ലോകം മുഴുവൻ ആത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു ഉപാധി മാത്രമാണെന്ന് അതിഗംഭീരമായൊരു തിരിച്ചറിവിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ അറിവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം അഥവാ മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ ഇല്ലാതാക്കലല്ല. അത് സാധ്യമല്ല, നമ്മളത് ചെയ്യേണ്ട കാര്യവുമില്ല. മറിച്ച് ഈ താൽക്കാലിക പാളികളാണ് യഥാർത്ഥ ഞാനെന്ന നമ്മുടെ തെറ്റായ ധാരണയെ, ആഴത്തിൽ വേരൂന്നിയ ആ വിശ്വാസത്തെ ഇല്ലാതാക്കലാണ്. അതൊരു ശാരീരിക മാറ്റമല്ല, അതൊരു കാഴ്ചപ്പാടിലെ വിപ്ലവമാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യമെന്നത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒന്നല്ല, അത് പുതിയതായി ഉണ്ടാക്കേണ്ട ഒന്നല്ല. മറിച്ച് എപ്പോഴും സത്യമായിരുന്നതെന്താണോ അത് തിരിച്ചറിയുക, അത്രമാത്രം. നമ്മുടെ യഥാർത്ഥ സ്വഭാവം, നമ്മുടെ സഹജമായ പ്രകൃതം ഇപ്പോൾ തന്നെ, ഈ നിമിഷത്തിൽ തന്നെ പൂർണ്ണമായും സ്വതന്ത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സത്യം തിരിച്ചറിഞ്ഞ ഒരാളെയാണ് ജീവൻമുക്തൻ എന്ന് വിളിക്കുന്നത്. അവർ ഈ ലോകത്ത് നമ്മളെപ്പോലെ സാധാരണയായി ജീവിക്കുന്നു, ഉപാധികളിലൂടെ ലോകത്തെ അനുഭവിക്കുന്നു. പക്ഷേ അവർ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അവർ എല്ലാത്തിനും സാക്ഷിയായി നിലകൊള്ളുന്നു. അവർ ആ സ്ഫടികം പോലെയാണ്. തൊട്ടടുത്ത് പൂവുണ്ടെങ്കിലും തന്റെ യഥാർത്ഥ നിറം എന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. നമ്മുടെ ജീവിതത്തെ ഒരു സമുദ്രമായി സങ്കൽപ്പിക്കുക. വികാരങ്ങളും ചിന്തകളുമാകുന്ന തിരമാലകൾ ചിലപ്പോൾ ശാന്തമായിരിക്കും, ചിലപ്പോൾ പ്രക്ഷുബ്ധമായിരിക്കും. അവ വരും പോകും. പക്ഷേ ആ തിരമാലകളെല്ലാം ഉണ്ടാകുന്നതും അപ്രത്യക്ഷമാകുന്നതും എവിടെയാണ്? ആഴമേറിയ വിശാലമായ സമുദ്രത്തിൽ. ആ തിരമാലകൾക്കൊന്നും സമുദ്രത്തെ മാറ്റാൻ കഴിയില്ല. അതുപോലെ ഒരു വികാരത്തിനും ചിന്തയ്ക്കും നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ മാറ്റാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. അടുത്ത തവണ നിങ്ങളുടെ ഉള്ളിൽ ശക്തമായൊരു വികാരം, അത് സന്തോഷമോ സങ്കടമോ ദേഷ്യമോ എന്തുമാകട്ടെ, അത് പൊങ്ങി വരുമ്പോൾ ഒരു നിമിഷം മാറി നിന്ന് സ്വയം ചോദിക്കുക, ഈ വികാരത്തെ അറിയുന്ന ഞാൻ ആരാണ്? ഈയൊരു ചോദ്യം, ഈ അന്വേഷണം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ഒരു പരിശീലനമാക്കി മാറ്റട്ടെ.